നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടോയ്സ് ടു ടീൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കാണുന്നുണ്ട്, ഒരു ടോയ് കാണുന്നുണ്ട്, ഒരു പെൺകുട്ടീനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൈറ്റിലും എന്ത് പറയുന്നുണ്ട്, ടോയ്സ് ടു ടീൻസ് എന്നാണ് പറയുന്നത്. ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടീനേജ് കുട്ടികൾ, അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് നമ്മൾ ടീൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീനേജിലുള്ള കുട്ടികൾക്ക് ടോയ്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. 8-year-old Grace came home from 3rd grade one day and announced to her mother. അപ്പോൾ ഒരു ദിവസം ഗ്രേസ് എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, അവൾ എന്ത് ചെയ്യാണ്, ഒരു 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട്, സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയാണ്, ഐ നീഡ് എ മോൺസ്റ്റർ ഹൈ ഡോൾ ഫോർ ഹലോവീൻ. ഹലോവീൻ ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ, എനിക്കൊരു മോൺസ്റ്റർ ഹൈ ഡോൾ ആവശ്യമാണ് എന്ന് പറയുകയാണ്. മോം, ദ വൺ ഐ ലൈക്ക് ഇസ് നെയ്മഡ് ഡ്രാക്കുലോറ. അപ്പോൾ ഞാനതിന് എനിക്കിഷ്ടമുള്ളൊരു പേരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള ഒരു ഹൈഡോളിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രാക്കുലോറ എന്നുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുമല്ലേ, മോൺസ്റ്റർ ഹൈഡോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മോൺസ്റ്റർ ഹൈഡോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കും ചിലപ്പോൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതേ അവസ്ഥയിൽ തന്നെയാണ് അമ്മയും നിൽക്കണത്. ഹർ മദർ വാസ് എ ബിറ്റ് സർപ്രൈസ്ഡ്. അമ്മ ആ അന്തം വിടണേ, അതെന്താ സാധനം എന്ന് വിചാരിച്ചിട്ട്. ഗിവൻ ദാറ്റ് ഗ്രേസ് ഹാഡ് നോട്ട് എക്സ്പ്രസ്ഡ് എനി ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ ഡോൾ ബിഫോർ. അപ്പോൾ ഇതുവരെ അവൾ ഇങ്ങനൊരു ഡോളിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വാട്ട്സ് എ മോൺസ്റ്റർ ഹൈ ഡോൾ. അപ്പോൾ എന്താണ് ഈ മോൺസ്റ്റർ ഹൈ ഡോൾ? ഹർ മദർ ആസ്ക്ഡ്. അമ്മ ചോദിക്കുകയാണ്, എന്താണിത് സംഭവം? They are cool, Mom. They all have monster names like Frankenstein and Clouding Wolf, but I like Draculaura. അപ്പോൾ അത് നല്ല രസമുള്ള ഡോൾസ് ആണ് അമ്മ. അപ്പോൾ അവർക്കിങ്ങനെ മോൺസ്റ്റർ നെയിംസ് ഒക്കെയാണ് ഉള്ളത്, ഫ്രാങ്കൻസ്റ്റീൻ, അതേപോലെ തന്നെ ക്ലൗഡിൻ വോൾഫ് എന്നൊക്കെയുള്ള പേരൊക്കെയാണ് ഉള്ളത്. എനിക്കിഷ്ടം ഡ്രാക്കുലോറേനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. ഷീ ഹാസ് ലോങ് ബ്ലാക്ക് ഹെയർ. അവൾക്ക് നല്ല കറുത്ത് നീണ്ട മുടിയുണ്ട്. പിങ്ക് ബൂട്ട്സ് ആൻഡ് പെറ്റ് ബാറ്റ്. അതേപോലെ തന്നെ എന്തൊക്കെയുണ്ട്, പിങ്ക് കളറുള്ള ബൂട്ടുണ്ട്. അതേപോലെ തന്നെ അവൾ വളർത്തുന്ന ഒരു ബാറ്റും അവൾക്കുണ്ട്. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വവ്വാല്. ഐ ലവ് ഹർ ഔട്ട്ഫിറ്റ്സ്. എനിക്ക് അവളുടെ ആ ലുക്കൊക്കെ, എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റിപ്ലൈഡ് ഗ്രേസ്. അപ്പോൾ ഗ്രേസ് അതാണ് കൊടുക്കുന്ന മറുപടി. ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ്? എങ്ങനെയാണ് നിനക്ക് ഈ ഡോളിനെ പറ്റിയിട്ടൊക്കെ അറിയണേ? ഹർ മദർ ആസ്ക്ഡ്. മാഡി ടോൾഡ് മീ അബൌട്ട് ദം. അപ്പം മാഡിയാണ് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. വി വാച്ച്ഡ് സം ഓഫ് ദെയർ വീഡിയോസ് അറ്റ് മാഡീസ് ഹൗസ് ആൻഡ് വി ഈവൻ പ്ലേഡ് എ കമ്പ്യൂട്ടർ ഗെയിം. അപ്പോൾ ഞങ്ങൾ അവളുടെ മാഡിയുടെ, ഗ്രേസിൻ്റെ ഫ്രണ്ടായിരിക്കും, മാഡിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനത്തെ എന്താ പറയുക, ഡോൾസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ കുറേ കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിച്ചല്ലോ. മോം, ഡ്രാക്കുലോറ ഹാസ് ഹർ ഓൺ വെബ്സൈറ്റ് സെറ്റ് ഗ്രേസ്. അപ്പോൾ അമ്മ, ഡ്രാക്കുലോറയ്ക്ക് അവളുടെ സ്വന്തമായിട്ട് വെബ്സൈറ്റൊക്കെ ഉണ്ട് എന്ന് പറയാണ്. വാട്ട് ഡു ദ ഡോൾസ് ഡു ഇൻ ദീസ് വീഡിയോസ് പ്രോബ്ഡ് ഹർ മദർ. അപ്പോൾ അമ്മ ചോദിക്കണം, എന്താണ് ആ വീഡിയോയിലൊക്കെ ഈ ഡോൾസ് ചെയ്യുന്നത്? ദേ പുട്ട് ഓൺ മേക്കപ്പ് ആൻഡ് റൈറ്റ് ഇൻ ദെയർ ഡയറീസ്. അപ്പോൾ അവർ മേക്കപ്പൊക്കെ ഇടാറുണ്ട്, അതേപോലെ തന്നെ ഡയറി എഴുതുന്നതൊക്കെ കാണാറുണ്ട്. ദേ ഓൾ ഗോ ടു മോൺസ്റ്റർ ഹൈ ടുഗെദർ. ഗ്രേസ് റിപ്ലൈഡ്. അവരെല്ലാവരും കൂടിയിട്ട് മോൺസ്റ്റർ ഹൈയിലോട്ട് പോകുന്നതും കാണാറുണ്ട്. On the next trip to the shopping mall nearby, Grace spotted a display of Monster High rolls in one of the aisles and shrieked, Mom, can I have one please? അപ്പോൾ അവൾ പിന്നീട് ആ ഒരു കുട്ടിയും അമ്മയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ എന്ത് കാണുകയാണ്, അവിടെ അവൾക്ക് ഇഷ്ടമുള്ള മോൺസ്റ്റർ ഹൈ ഡോളിനെ കാണുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ കെഞ്ചി ചോദിക്കണം, അമ്മയും ഞാൻ ഒരെണ്ണം വാങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രേസ് മോം ചെക്ക് ദ പ്രൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാരാണ്, അപ്പോൾ അവരെന്ത് നോക്കും, ആദ്യം അതിൻ്റെ വില എന്താ നോക്കും. ആൻഡ് റിലക്റ്റൻ്റ്ലി പുട്ട് വൺ ഓഫ് ദി $21.99 into the shopping cart. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു $21 റേറ്റ് വരുന്ന, $22 അടുത്ത് പൈസ വരുന്ന ഒരു ഡോള് നോക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്, വാങ്ങിക്കുകയാണ്. Along with millions of other parents, she caved into the what has been called the nag factor in the world of advertising. അപ്പോൾ അവർക്ക് ഈ നാഗ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് അഡ്വർടൈസിങ് കണ്ടിട്ട് കുട്ടികൾക്ക് അതിനോടൊരു ആഗ്രഹം തോന്നി അവരത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലേ, അപ്പോൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടുകാരെയും പോലെ തന്നെ, എല്ലാ പാരൻസിനെയും പോലെ തന്നെ അവളുടെ അമ്മയും എന്ത് ചെയ്യാണ്, ആ ഒരു നാഗ് ഫാക്ടറിൽ വീണ് പോവുകയാണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ബില്യൺസ് ആർ സ്പെൻഡ് എവറി ഇയർ ഓൺ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ടു ചിൽഡ്രൻ. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് കുട്ടികളുടെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യക്കാർ, അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നത്. Almost 3 times the attention to young consumers
ഓൾമോസ്റ്റ് 3 times the amount spent just 20 years ago. ഒരു 20 വർഷത്തിന് മുന്നത്തൊക്കെ ചിലവാക്കിയിരുന്ന പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ മടങ്ങാണ് ഇപ്പോൾ പരസ്യത്തിന് വേണ്ടി കുട്ടികളുടെ സാധനങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത്. മാർക്കറ്റേഴ്സ് ആർ പേയിങ് മോർ അറ്റൻഷൻ ടു യങ് കൺസ്യൂമേഴ്സ് ദീസ് ഡേയ്സ്. അപ്പോൾ ഈ അടുത്തായിട്ട് മാർക്കറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, കുറേ പൈസ മാക്സിമം അറ്റൻഷൻ ശ്രദ്ധ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ചെറിയ ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് 3 reasons, അതിന് 3 reasons ആണുള്ളത്. First, children today have a great deal of their own money to spend. ഒന്നാമത്തെ കാര്യം പോയിന്റ്സ് ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ, കുട്ടികളുടെ കയ്യിൽ തന്നെ എന്തുണ്ട്, അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് മണി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ചിൽഡ്രൻ സ്പെൻഡിങ് പവർ ഹാസ് സ്റ്റഡിലി റൈസൺ ഓവർ ദ ഇയേഴ്സ്. വർഷങ്ങൾ കഴിയും തോറും എന്താണ്, കുട്ടികൾക്ക് പൈസ ചിലവാക്കാനുള്ള അവരുടെ ആ ഒരു പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മച്ച് ഓഫ് ദിസ് ഇൻക്രീസ് കംസ് ഫ്രം ചിൽഡ്രൻ ഏർണിംഗ് മോർ മണി ഫ്രം ഹൗസ് ഹോൾഡ് കോഴ്സ് ആൻഡ് റിസീവിംഗ് മോർ മണി ഫ്രം റിലേറ്റീവ്സ് ഓൺ ഹോളിഡേയ്സ്. അപ്പോൾ ഇതേപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് കുട്ടികൾ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ഹോളിഡേയ്സിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ കയ്യിൽ പൈസ കൊടുക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പൈസയൊക്കെ ആയിട്ട് ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് പല കുട്ടികളുടെ കയ്യിലും ഉണ്ടാവുന്നുണ്ട്. ആസ് മൈറ്റ് ബി എക്സ്പെക്റ്റഡ്, ടീൻ സ്പെൻഡ് ഈവൻ മോർ ദാൻ യങ്ങർ ചിൽഡ്രൻ ഓൺ സച്ച് പ്രൊഡക്ട്സ് ആസ് ക്ലോത്ത്സ്, കാൻഡി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഇത്തരത്തിൽ കൗമാര പ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് സ്വീറ്റ്സ്, മിഠായിക്കും അതേപോലെ ഡ്രസ്സിനും അതേപോലെ ഡ്രിങ്ക്സിനൊക്കെ ആയിട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് കുട്ടികളുടെ കയ്യിൽ ഓൾറെഡി ചിലവാക്കാൻ ഇപ്പോൾ കുറേ പൈസ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഡ്വർടൈസിങ് കമ്പനികൾ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പരസ്യങ്ങൾ ഇറക്കുന്നതെന്നാണ് പറയണം. ഇനി രണ്ടാമത്തെ കാര്യം, സെക്കൻഡ്, ഇൻ അഡീഷൻ ടു സ്പെൻഡിങ് ദെയർ ഓൺ മണി, യങ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ ഫ്രം ആൻ ഏർലി ഏജ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പൈസ സ്വയം ചിലവാക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, യങ് പീപ്പിൾ ഇൻഫ്ലുവൻസ് ദെയർ പാരൻസ് കൺസ്യൂമർ ബിഹേവിയർ. അവരുടെ പാരൻസ് എങ്ങനെയാണ് അവർ ആ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നതും വെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ബിഹേവിയർ എന്താണ്, അത് തന്നെ ഇവരും എന്ത് ചെയ്യാണ്, പഠിച്ചു വയ്ക്കുകയാണ്. ചിൽഡ്രൻ ഗീവ് ഡയറക്ഷൻ to daily household purchases with such as snacks, cereals, toothpaste and even soap and shampoo. ഇപ്പോൾ എന്താണ്, കുട്ടികളാണ് നമുക്ക് വീട്ടുകാർക്ക് സജഷൻ കൊടുക്കുന്നത്, ആ സോപ്പ് വാങ്ങിയാൽ മതി, ഈ ഷാമ്പു വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻ കൊടുക്കുന്ന അത്രയും രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉയരത്തിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട്. ആസ് ദേ ഗെറ്റ് ഓൾഡർ, ടീൻസ് ഓഫൺ വോയിസ് ഒപ്പീനിയൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് കാർ ടു ബൈ. കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ എന്താകുന്നു, കാറിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു. ന്യൂ മീഡിയ എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ, നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങുന്നു. ആൻഡ് ഈവൻ വേർ ടു ഗോ ഓൺ വെക്കേഷൻ, എവിടേക്ക് വെക്കേഷൻ ട്രിപ്പ് പോകണമെന്ന് പോലും കുട്ടികൾ പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത്, മാർക്കറ്റേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ദ ചിൽഡ്രൻ ഓഫ് ടുഡേ റെപ്രസെൻറ്റ് ദ അഡൾട്ട് കൺസ്യൂമേഴ്സ് ഓഫ് ടുമോറോ. അപ്പോൾ മാർക്കറ്റേഴ്സിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് നാളത്തെ അഡൾട്ടാണ്. അതായത് ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നാളെ അവർ വളർന്നു വരുമല്ലോ, യുവാക്കളായി മാറും. അപ്പോൾ നാളത്തെ ഈ ഒരു എന്താ പറയുക, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഉപഭോക്താവായിട്ട് മാറുന്നവരാണ് ആര്, ഇന്നത്തെ കുട്ടികൾ. ചിൽഡ്രൻ ഡെവലപ്പ് ലോയൽറ്റി ടു ബ്രാൻഡ്സ് അറ്റ് ആൻ ഏർലി ഏജ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ബ്രാൻഡുകൾ നോക്കി വാങ്ങിക്കാനൊക്കെയുള്ള ഐഡിയ ഇൻജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറിയ പ്രായത്തിൽ തന്നെ എന്തായി മാറും, ഇത്തരത്തിൽ ബ്രാൻഡുകൾ യൂസ് ചെയ്യാൻ, അതിനോടുള്ളൊരു അഡിക്ഷൻ അവർക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്നു വരുമ്പോഴും അവരെന്ത് ചെയ്യും, അത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ആൻഡ് ദീസ് പ്രിഫറൻസസ് ഓഫൺ പെർസിസ്റ്റ് ഇൻ ടു അഡൾട്ട്ഹുഡ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അവർ യുവത്വത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡായി വരുന്ന അനുസരിച്ച് അവരുടെ താല്പര്യം അവർ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. മെനി കമ്പനീസ് എൻഗേജ് ഇൻ ക്രാഡൽ ടു ഗ്രേവ് മാർക്കറ്റിംഗ് ടു കൾട്ടിവേറ്റ് കൺസ്യൂമർ അലൈഗൻസ് അറ്റ് വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ മാർക്കറ്റിംഗുകാർക്ക് അല്ലെങ്കിൽ പരസ്യക്കാർക്കൊക്കെ അവരുടെ ഐഡിയ എന്താണ്, ക്രാഡിൽ ടു ഗ്രേവ് എന്നുള്ളൊരു ഐഡിയയാണ്. ക്രാഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ, ഗ്രേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശവക്കല്ലറാന്ന് പറയും. അപ്പോൾ ജനനം തൊട്ട് മരണം വരെ ആ കുട്ടിക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ആ ഓരോ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അവരിൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഡ്വർടൈസിങ് കമ്പനികളൊക്കെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗുകാരൊക്കെ ശ്രദ്ധിക്കുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. അതായത് ഇന്നത്തെ കുട്ടികൾ എന്നാണ് നാളത്തെ ഒരു ഉപഭോക്താവായിട്ട് വലിയ ആളുകളായിട്ട് മാറുന്ന ആളുകളാണ് എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ തന്നെ അവരെ ആ ഒരു രീതിക്കാക്കി മാറ്റുന്നത്. മാർക്കറ്റേഴ്സ് ഹാവ് ഡെവലപ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് സ്ട്രാറ്റജീസ് ലൈക്ക് ദ യൂസ് ഓഫ് സൗണ്ട് എഫക്ട്സ്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഐഡിയകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. പുതിയ പലതരത്തിലുള്ള സൗണ്ട് എഫക്റ്റുകൾ അവർ പരസ്യങ്ങളിലൊക്കെ ആഡ് ചെയ്യും. ബ്രൈറ്റ് കളേഴ്സ്, നല്ല അടിപൊളി കളറുകൾ യൂസ് ചെയ്യും. ജിങ്കിൾസ്, നല്ല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അതേപോലെ ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്.
ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ പ്രൊഡക്ഷൻ ടെക്നിക്സ് ടു ടാർഗറ്റ് യങ് കൺസ്യൂമേഴ്സ്. അങ്ങനെ ആ ഒരു ചെറിയ കുട്ടികളെ അവരുടെ ഉപഭോക്താക്കളായിട്ട് അല്ലെങ്കിൽ അവരുടെ കൺസ്യൂമേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇൻഫാക്ട് ആഡ്സ് ആർ ടിപ്പിക്കലി ലൗഡർ ഇൻ വോളിയം ദാൻ ദ പ്രോഗ്രാംസ് ദേ ആർ അക്കമ്പനി. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോനേക്കാൾ ഒച്ചത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശബ്ദത്തിൽ അതിനേക്കാൾ ക്ലാരിറ്റിയിൽ വൃത്തിയായിട്ട് നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ കാണുന്ന എന്തായിരിക്കും, ഇടയ്ക്ക് കയറി വരുന്ന ആഡ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ എന്താണ്, വളരെ ക്ലിയർ ആയിട്ട് പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ശബ്ദത്തിലും വ്യക്തതയിലും നമുക്ക് എന്ത് കാണും, ആഡുകൾ കാണാൻ സാധിക്കും. മാഗസിൻസ് കണ്ടെയ്ൻ ഗ്ലോസി ഫുൾ പേജ് ആഡ്സ് പ്രൊമോട്ടിംഗ് ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ്. മാഗസിനുകളിലൊക്കെയും ഈ പറഞ്ഞ പോലെ പേജ് നിറയെ നല്ല കളർഫുൾ ആയിട്ടുള്ള പരസ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വെബ്സൈറ്റ്സ് ദാറ്റ് ടാർഗറ്റ് ചിൽഡ്രൻ ഫീച്ചർ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വർടൈസിങ്. വെബ്സൈറ്റുകളിലും കുട്ടികളെ നെയിം ചെയ്തുകൊണ്ടുള്ള വെബ്സൈറ്റുകളിലും ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഓൾ ദീസ് ടെക്നിക്സ് ആർ ലൈക്ലി ടു ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് യങ്ങർ ചിൽഡ്രൻ. ഇതൊക്കെയും എന്തിനാണ്, ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ അവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ബൈ ഫാർ ദ ഈസിയസ്റ്റ് വേ ടു റീച്ച് യങ് പീപ്പിൾ ഇസ് ടെലിവിഷൻ. അപ്പോൾ ഒരു ചെറിയ കുട്ടികളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്താണ്, TV ആണ്. ബട്ട് മാർക്കറ്റേഴ്സ് ആർ exploring new ways to reach young consumers through online sources and through personal handheld devices such as iPads and cell phones. അപ്പോൾ TV എന്നതിൽ ഉപരിയായിട്ട് കുട്ടികളിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ല മാർഗം എന്നുള്ള രീതിയിൽ നമ്മൾ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളില്ലേ, ഐപാഡ്, മൊബൈൽ ഫോൺ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെയും ഇവരെന്ത് ചെയ്യാണ്, അവരുടെ ആഡുകളെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. അനദർ കൺസേൺ ഇസ് വെദർ അഡ്വർടൈസിങ് കോൺട്രിബ്യൂട്ട്സ് ടു എ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഫിസിക്കൽ അപ്പിയറൻസ്. പിന്നെ വേറൊരു പ്രശ്നം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാരണം വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ആളുകളുടെ ഉള്ളിൽ എന്ത് വരികയാണ്, ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ നിറം, അവരുടെ ഭംഗി, അവരുടെ മുടിയൊക്കെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആവണം എന്നൊരു ചിന്ത അവരിലേക്ക് വരികയാണ്. എസ്പെഷ്യലി എമംഗ് അഡോളസൻസ്, പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജൊക്കെ എത്തുമ്പോഴേക്കും ഒരു എന്താ പറയുക, ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുന്ന സമയത്തേക്കും അവർക്ക് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരികയാണ് ചെയ്യുക. ടീൻ മാഗസിൻസ് ആർ റൈഫ് വിത്ത് ആഡ്സ് ഫീച്ചറിങ് തിൻ അട്രാക്റ്റീവ് മോഡൽസ്. അപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള യുവാക്കളുടെ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരൊക്കെ ഉപയോഗിക്കുന്ന മാഗസിൻസിലൊക്കെ മോഡലുകളെയൊക്കെ കാണുകയാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും, ഭയങ്കര സ്ലിമ്മായിട്ട് വളരെ തിന്നായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരീരഘടനയുള്ളവരായിരിക്കും. അഡോളസൻസ് ആൻഡ് കോളേജ് സ്റ്റുഡൻസ് കമ്പയർ physical attractiveness to that of models featured in advertising. അപ്പോൾ ഇത്തരത്തിൽ കോളേജ് സ്റ്റുഡൻസും കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അതാണ് ശരിക്കുള്ള സൗന്ദര്യം അല്ലെങ്കിൽ അങ്ങനെയാണ് ശരിക്കും ഭംഗി വേണ്ടത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മളതിനെ കമ്പയർ ചെയ്യാൻ, നമ്മളതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ലുക്കിംഗ് അറ്റ് ആഡ്സ് ഫീച്ചറിങ് ഹൈലി അട്രാക്റ്റീവ് മോഡൽസ് ക്യാൻ അഫക്റ്റ് വൺസ് സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്, നമുക്ക് കൊടുക്കുന്ന വില തന്നെ അവിടെ കുറഞ്ഞു പോവാണ്. എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് അത്രയും ഷേപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും കളറില്ല എന്നുള്ള തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുകയാണ്. അഡോളസൻസ് സീം ഈവൻ മോർ കോൺഷ്യസ് ഓഫ് ബ്രാൻഡ് നെയിംസ്. അഡോളസൻസ് പീപ്പിളൊക്കെ എന്തായിരിക്കണോ, ആ ഒരു ബ്രാൻഡ് നെയിം, കൗമാരക്കാരിലേക്കൊക്കെ ആ ഒരു ബ്രാൻഡ് നെയിമുകൾ കൊത്തിവെച്ച് കൊടുക്കുകയാണ്. ആസ് വെൽ ആസ് ദ ലേറ്റസ്റ്റ് ഫാഡ്സ് ഇൻ ക്ലോത്തിങ് ആൻഡ് ടെക്നോളജി. അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെയുള്ള പുതിയ ഫാഷൻ ആഡ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വേർ ഡസ് ഓൾ ദിസ് കൺസ്യൂമർ ഡിസയർ കം ഫ്രം. അപ്പോൾ അതേ ചോദിക്കണം, എവിടെ നിന്നാണ് ഈ ഒരു എന്താ പറയുക കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഈ ഉപഭോക്താക്കളുടെയൊക്കെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങിയത്? വെൻ ആസ്ക്ഡ്, most children report that they bought something because you see it a lot or everybody has one. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കണം, നിനക്ക് എന്താണ് ഈ സാധനം വേണമെന്ന് എത്ര വാശി എന്ന് ചോദിച്ചാൽ മിക്കവാറും കുട്ടികൾ എന്ത് പറയും, ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെന്ത് പറയും, എല്ലാവരുടെ അടുത്തും ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് അവരുടെ ആവശ്യമല്ല, അത് മറ്റുള്ളവരിൽ കാണുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അത് എനിക്കും വേണം എന്നൊരാഗ്രഹത്തിലേക്ക് കുട്ടികൾ മാറുകയാണ് ചെയ്യണം. അഡ്വർടൈസിങ് ഓഫൺ കൺവേസ് ദ ഐഡിയ ദാറ്റ് എ പ്രോഡക്റ്റ് വിൽ ബ്രിങ് fun and happiness to a youngster's life. അഡ്വർടൈസിങ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, ഈ വസ്തു ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുകയാണ്, അപ്പോൾ അവർ പറയണം ഈ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് കിട്ടും, നിങ്ങളുടെ ലൈഫ് ഫുള്ള് ഫണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ദ യൂസ് ഓഫ് ദ സെലിബ്രിറ്റി ഓർ എ പോപ്പുലർ ക്യാരക്ടർ ടു എൻഡോസ് എ പ്രൊഡക്റ്റ് ഇൻ ആൻ ആഡ് ഇസ് എൻ എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സ് ഓഫ് പെർസുവേഷൻ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ, സെലിബ്രിറ്റീനെ കൊണ്ട് ആഡ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ടീൻസ് പെർസീവ് സെലിബ്രിറ്റി
സെലിബ്രിറ്റീസ് ആസ് മോർ ട്രസ്റ്റ് വർത്തി. കാരണം ടീനേജിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള സെലിബ്രിറ്റീസിനെ അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു ക്രീം തേച്ചാൽ നിങ്ങൾ നല്ല ഭംഗിയായിരിക്കും, ഈ ഒരു ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നന്നായി വളരുമെന്നൊക്കെ സെലിബ്രിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ കോമ്പീറ്റന്റ് ആൻഡ് അട്രാക്റ്റീവ് ദാൻ നോൺ സെലിബ്രിറ്റി എൻഡോസേഴ്സ്. അത്തരത്തിൽ സെലിബ്രിറ്റി അല്ലാത്ത ഒരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സെലിബ്രിറ്റി ആയ ഒരാളാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുകയാണ് ചെയ്യണം. ഫർദർമോർ ദാറ്റ് ഫീച്ചറിങ് ഓഫ് സെലിബ്രിറ്റീസ് റിസൾട്ട്സ് ഇൻ ഫേവറബിൾ ഇവാലുവേഷൻസ് ഓഫ് എ പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക കൂടുതൽ ഇവാലുവേഷൻസിൽ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത് പറഞ്ഞതാരാ, ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ്, പിന്നെ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻ കൺക്ലൂഷൻ, ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ഓൺ അഡോളസെന്റ് കൺസ്യൂമർ ബിഹേവിയർ ഇസ് എവിഡന്റ് ഇൻ their heightened awareness of brand names and the latest trends in clothing and technology. അങ്ങനെ ഇത്തരത്തിൽ പരസ്യങ്ങൾ കണ്ടിട്ട് ആളുകൾ എവിടേക്കല്ല, ഈ കുട്ടികൾ എങ്ങോട്ട് എത്തുകയാണ്, എല്ലാ ബ്രാൻഡുകളെ കുറിച്ചും അറിവുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ചൊക്കെ അപ്ഡേഷൻ ഉള്ള ആളുകളായിട്ട് മാറുകയാണ്. കൺസ്യൂമർ ഡിസയർ ആസ് എക്സ്പ്രസ്ഡ് ബൈ മോസ്റ്റ് ചിൽഡ്രൻ ഓഫൻ സ്റ്റെംസ് ഫ്രം ദ എക്സ്റ്റെൻസീവ് വിസിബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് എ ഗ്ലാമർ റിലേറ്റഡ് ബൈ അഡ്വർടൈസിങ് വിച്ച് പ്രോമിസസ് ഫൺ ആൻഡ് ഹാപ്പിനെസ്. അങ്ങനെ എന്ത് ചെയ്യാണ്, കൺസ്യൂമർ ഡിസയർ ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ഒരു ആഗ്രഹം എങ്ങനെയായി മാറുകയാണ്, കുട്ടികളായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ, ആ ഒരു എന്താണോ നമ്മൾ കാണുന്ന ഒരു ഗ്ലാമറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണോ ആഡിൽ പറയുന്നത് അതിനെ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു പ്രോമിസായി ഏറ്റെടുത്താൽ ഇത് ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും, ഫൺ കിട്ടും എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. ഹിഡൻ പിറ്റ് ഫോൾസ് ലോക്ക് ബിഹൈൻഡ് ദ സീൻസ്. പക്ഷെ ആ ഒരു വീഴ്ചയുടെ പുറകിലുള്ള കുഴികൾ അല്ലെങ്കിൽ അതിന് പുറകിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് എന്താണ് അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. താങ്ക്